മലപ്പുറം സംഘർഷം നേരത്തെ വാക്പോരിൽ തുടങ്ങിയതാണ്. ഇതിപ്പോ പോലീസ് ലാത്തിചാർജിലേക്ക് എത്തുന്നു. മലപ്പുറത്ത് കാര്യങ്ങൾ ഏതാണ്ട് കൈവിട്ടു പോകുന്നു എന്നൊരു സംശയം കൈവിട്ട് പോകാതിരിക്കട്ടെ. പരമാവധി പ്രവർത്തകരെ നിയന്ത്രിക്കാൻ നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടുത്തെ കാര്യം അവിടെ ഒരു നിയന്ത്രണം കേൾക്കാമെങ്കിൽ അത് ഒരു ലാത്തിചാർജിലേക്കൊക്കെ പോവുകയാണോ മലപ്പുറത്തെ കാര്യങ്ങൾ? അവിടെ ഈ നേതാക്കന്മാരൊന്നുമില്ലേ, അണികൾ മാത്രമേ ഉള്ളൂ അവിടെ? കേൾക്കാമോ? മലപ്പുറത്ത് ലാത്തിചാർജ് അത് നേരം നീണ്ടുന്ന ലാത്തിചാർജ് ആയിരുന്നു തോന്നുന്നു. ഭാഗ്യം. എന്തായാലും പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് അറിയില്ല. കഴിഞ്ഞ കുറെ സമയമായോടെ കാര്യങ്ങൾ വഴിമാറുകയാണ്. അല്പസമയം മുമ്പ് അതിർത്തിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ആളുകൾ തിങ്ങിക്കൂടി ഇവിടെയുള്ള മനോരമ ജംഗ്ഷന് മുകളിൽ കയറിയത് പ്രവർത്തകർ ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ പോലീസ് ചോദ്യം ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത തർക്കം അത് ഏറ്റവും ഒടുവിൽ കൂടുതൽ സംഘർഷത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. പോലീസ് ഇപ്പോൾ ലാത്തി വീശിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ കാഴ്ചകൾ. കാരണം ഇപ്പോൾ അതായത് പരമാവധി നിയന്ത്രണങ്ങൾ പോലീസ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ആ നിയന്ത്രണങ്ങളൊക്കെ തന്നെ പാടെ മറികടന്ന് മൂന്ന് ഭാഗത്തെ പ്രവർത്തകരും, അതായത് LDF-ന്റെയും ഒപ്പം തന്നെ UDF-ന്റെയും UDF-ന്റെയും BJP-ന്റെയും പ്രവർത്തകർ ഇത്തരത്തിൽ ഇവിടേക്ക് മറികടന്ന് വന്നതാണ് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്നത്. ഇപ്പോൾ ഈ വാഹനങ്ങൾ, അതായത് ഇവർ ഏർപ്പെടുത്തിയിട്ടുള്ള വാഹനങ്ങൾ വിവിധ മേഖലകളിൽ തെക്കുകയും അതിർത്തിയുമായി ബന്ധപ്പെട്ട തർക്കം അത് ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. കാരണം നിയന്ത്രണങ്ങൾ പാടെ കാറ്റിൽ പറത്തി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പോലീസ് രണ്ടാം വട്ടവും ലാത്തി വീശാനുള്ള വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ തർക്കം നടക്കുന്നു. സ്ഥലം ഈ അതിർത്തിയാണ് പ്രശ്നം. അവിടെ രണ്ടു മുന്നണികൾക്കും ഒരു പ്രത്യേക അതിർത്തി തിരിച്ചു കൊടുത്തിരുന്നു. അതിർത്തി ലംഘിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ കയറുന്നതാണ് പ്രശ്നം. ഇപ്പോഴേ ആ വരുന്ന വാഹനമൊക്കെ കടത്തിവിടുന്നതിനെ ചൊല്ലിയും അവിടെ തർക്കമുണ്ട് എന്ന് തോന്നുന്നു. എനിക്കൊന്ന് നേരെ ജോലി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാമായിരുന്നു. ഷഹദിന് കാണാൻ കഴിയുന്നുണ്ടോ അവിടെ ശരിക്കും സംഘർഷത്തിന് അയവ് വന്നെന്നാണ് നമുക്ക് വിശ്വസിക്കാൻ താല്പര്യം? എന്താണ് പറയൂ. പരസ്പരം ആക്രോശങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ വാക്പോര് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാര്യങ്ങൾ കൈവിട്ട് പോകാതിരിക്കട്ടെ. വലിയ സെൻസിറ്റീവായ നമ്മളവിടെ ഇവിടെ രാഷ്ട്രീയം പറയാൻ പരിപാടിക്ക് പോകുമ്പോഴൊക്കെ വലിയ വാക്പോരൊക്കെ ഉണ്ടായ സ്ഥലങ്ങളാണ് അവിടെയൊക്കെ. അപ്പോൾ അവിടെ ഇപ്പോൾ പോലീസ് ലാത്തിചാർജ് ഉണ്ടായി, പക്ഷേ അവിടെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമല്ല. ഷഹദെ, കേൾക്കാവോ? പ്രശ്നപരിഹാരത്തിന് എന്താണ് നടക്കുന്ന നീക്കങ്ങൾ, ചർച്ചകൾ? ഇപ്പോഴും ഇവിടുത്തെ സംഘർഷങ്ങൾക്ക് അഴവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വാഹനങ്ങൾ എന്നുള്ളത് തല്ലിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സംഘർഷം തല്ലിലേക്ക് വഴിമാറുന്നു. വരക്കെ തല്ല പ്രവർത്തകർ തമ്മിൽ, CPM ലീഗ് പ്രവർത്തകർ തമ്മിൽ തല്ലിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വാക്കേറ്റും ഒപ്പത്തിന് കയ്യാങ്കളിയുമാണ് ഇപ്പോൾ പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ച നമുക്ക് മലപ്പുറത്ത് കാണാൻ സാധിക്കും. ലീഗ് CPM പ്രവർത്തകർ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഭാഗത്ത് സംഘർഷവും മറുഭാഗത്ത് കൊട്ടിക്കലാശം മുടങ്ങുകയാണ്. പ്രധാനമായിട്ടും ഈ അതിർത്തി തർക്കമാണ്. അതായത് പോലീസ് കൊണ്ടുവന്ന എല്ലാ നിയന്ത്രണങ്ങളും താഴെ കാറ്റിൽ പറത്തി ഇപ്പോൾ അതിർത്തി വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഉടനീളമുള്ളത്. പോലീസ് ഒരു തവണ അതിന് മുൻപ് പോലീസ് പരമാവധി പ്രവർത്തകരെ പിടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തി. എന്നാൽ അത് ഫലം കണ്ടില്ല. പിന്നീട് പല വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും തന്നെ കയ്യാങ്കളിയിലേക്കും കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മുതിർന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ സംഘർഷങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമൊക്കെ നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ലാത്തി വീശാനുണ്ടായ കാരണം ഇവിടെ മനോരമ ജംഗ്ഷനിലാണ്, അതായത് മലപ്പുറം നഗരത്തിലെ കുന്നുമ്മ ജംഗ്ഷനിലാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഇവിടെ കൊട്ടിക്കലാശം പുരോഗമിക്കുന്നത്. അവിടെയുള്ള കൊട്ടിക്കലാശം പുരോഗമിക്കുന്നത് ആ മനോരമ ജംഗ്ഷന് മുകളിൽ കയറിയതാണ്. ജംഗ്ഷൻ മുകളിൽ കയറിയത് പോലീസ് ചോദ്യം ചെയ്തു. അതിന്റെ മുകളിൽ നിന്നും ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. തുടർന്നാണ് പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ കൊട്ടിക്കലാശം അത് പുരോഗമിക്കുകയാണ്. ഒരു ഭാഗത്തെങ്കിൽ മറ്റൊരു ഭാഗത്ത് അതായത് സംഘർഷങ്ങൾ പല ഭാഗത്തായിട്ടുണ്ടായിരുന്നെങ്കിലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരമാവധി സംയമനം പറയുന്നത്. പോലീസ് വീണ്ടും ഇത്തരത്തിൽ പ്രവർത്തകരെ
പോലീസ് വീണ്ടും പ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിലുള്ള ലാത്തി വീശുന്ന അതുപോലെ തന്നെ പരമാവധി നിയന്ത്രിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതാണ് കൂടുതൽ ഓക്കെ, ഷഹദുർ റഹ്മാൻ, ഞങ്ങൾ താങ്കളിലേക്ക് വരാം.